കൂടി കരിമ്പിൻകാട്ടിൽ ആന കയറിയതുപോലെ ക്യാരറ്റ് കാട്ടിൽ മേലായി കുടുംബം. ഫോക്സസും കാറ്റും തമ്മിൽ വല്ല ബന്ധമുണ്ടാവും. മൊയലാണെങ്കിൽ ഒക്കെ ആയിരുന്നു. എല്ലാവർക്കും ക്യാരറ്റ് ഇഷ്ടം പോലെ കിട്ടി. കുഞ്ഞാമ്മയുടെ പോയി കുഞ്ഞാമ്മയെ കാണാതെ അമ്മായിയൊക്കെ രാവിലെ തന്നെ സുബൈക്ക് നീറ്റ് വന്ന് ക്യാരറ്റ് കൊടുക്കുന്നു. ഇപ്പൊ ഉമ്മന്റെ അനിയത്തിയാണ് വരുന്നത്. ആസ്മിനി വരില്ല അത്ര ഒറ്റക്ക്. അല്ല അതൊന്നും ഒരു കുഴപ്പം. ഇത് കൊറേ ഉള്ളതല്ലേ. അതൊന്നും ആണോ திட்டுறாங்க உங்களுக்கு கொடுத்ததுக்கு? അത് വേണ്ടാതെ. ഓക്കെ, അവര് പുതിയത് എടുക്കണ്ട. ഇതെടുത്തതിനൊന്നും കുഴപ്പമില്ല. അത് മേലെ പോയിട്ട് എടുക്കണ്ട. അത് കുട്ടി അത് എന്താ വെച്ചാൽ. ഓക്കെ, എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ. യെസ് യെസ്. ഇന്നത്തെ ക്യാരറ്റ് നല്ല ഫ്രഷ് ഊട്ടി ക്യാരറ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതായി ചേച്ചിയാണ് നമുക്ക്. അക്കാ ഉള്ള പേരെന്നെ രാധികാണാ? ഇതാണ് നമ്മൾ താമസിക്കുന്നത്. എന്തായിരുന്നു ഈ കോട്ടേജിന്റെ പേര്? സെലിബ്രേഷൻ കോട്ടേജ്. ഒരു കിലോ തരുമോ വിലക്ക് ചോദിച്ചപ്പോ ഒക്കെ ചാക്കിലാക്കി കഴിഞ്ഞ നേരത്തെ അല്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പെണ്ണു നീ പോയിക്കോ. അതാ എടുക്കണ്ട്. കൊഴപ്പില്ല അവര് പറഞ്ഞല്ലോ. ഇതൊരു ഉപേക്ഷിച്ച് പോയതാണ് മൈ. ഇതൊന്നും എടുക്കൂല. അല്ല, കുറച്ചെടുക്കണേന് കുഴപ്പമില്ല. നമ്മൾ കൊറേ ഒന്നും എടുക്കണില്ലല്ലോ. എങ്ങനെയുണ്ട് ക്യാരറ്റ് തോട്ടം? ഷർപ്പ രാവിലെ പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ കറി എല്ലാം ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്.